എൻ്റെ പേര് രാജൻ. കോഴിക്കോട് ജില്ലയിൽ വടകര കുനിങ്ങാടാണ് എൻ്റെ സ്ഥലം. അപ്പോൾ എനിക്ക് 2017 പിന്നെ ആറ്റിൻ്റെ ഇത് വന്ന് ഞാൻ ആംബുലൻസിൽ ഇതുപോലെ തന്നെ പെട്ടെന്ന് പോവുകയാണ് ചെയ്തത്. 2020 ഇതുപോലെ തന്നെ വന്ന് എന്നതിന് ശേഷം വീണ്ടും ചെയ്ത് കഴിഞ്ഞ് സ്റ്റെൻഡ് ഇട്ട് കഴിഞ്ഞ് 3 സ്റ്റെൻഡ് ഇട്ട് കഴിഞ്ഞ് എന്നതിന് ശേഷം വീണ്ടും 3 ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഡോക്ടർ 2 ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒന്നേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്നോട് പറഞ്ഞ് അത് അറ്റത്താണുള്ളത്, അത് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു സ്ഥലത്താണുള്ളത്, അതെനിക്ക് പ്രശ്നം വരും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആകെ വിഷമായി. അപ്പോൾ ഞാനിത് അന്വേഷിച്ചത് എന്താ ചെയ്യാന്നുള്ളത് ഡോക്ടറോട് ചോദിച്ചാൽ അതൊന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്ക്. പിന്നെ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ എനിക്ക് ആകെ ടെൻഷനായി. അപ്പോൾ ഞാനിങ്ങനെ പലയിടത്തിലും അന്വേഷിച്ച് എന്താ വേണ്ടതെന്നുള്ള ഒരു പിടുത്തം കിട്ടും. ഞാൻ പല ഡോക്ടറെ മാറി കാണിച്ചു. അപ്പോൾ ഡോക്ടർമാരെല്ലാം പറഞ്ഞ് ഇത് അങ്ങനെ തന്നെയാണ് പറയുന്നത് എന്നല്ല. അങ്ങനെ ശേഷം ഞങ്ങൾ യൂട്യൂബിൽ കണ്ട് പിന്നെ ഇങ്ങനെ ഒരു കിലേഷൻ തെറാപ്പി എന്നുള്ള ഞങ്ങൾ അങ്ങനെ ഇവിടെ അന്വേഷിച്ച് ഇവിടെ എത്തി. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ ഇങ്ങനെ ചികിത്സക്ക് ഉണ്ട്. അപ്പോൾ ഒരുപാട് ആളെ ചോദിച്ചു നോക്കുമ്പോൾ ഇങ്ങനെ എല്ലാവർക്കും നല്ല ഇതാണുള്ളത്. ബൈപ്പാസ് ചെയ്യണം എന്ന് പറയുന്ന ആളെല്ലാം ഞാൻ മുമ്പ് തന്നെ എല്ലാവരും സുഖമായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആ വരുത്തി ഞാനിപ്പോൾ 63 കിലേഷൻ ഞാൻ ചെയ്ത്, പിന്നെ 20 എണ്ണം ഇവിടെ താമസിച്ചിട്ട് ചെയ്ത്, ബാക്കി ഞാൻ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ ചെയ്തതാണ്. ഇപ്പോൾ 63 കിലേഷൻ ചെയ്ത് ഇപ്പോൾ എനിക്ക് നല്ല മാറ്റങ്ങളുണ്ട്. ആദ്യം ഒരു ചെറിയ നടക്കുമ്പോൾ കതുപ്പുണ്ടായിരുന്നു, അതൊക്കെ മാറി സുഖമായിട്ട് വന്ന്. ഇവിടുത്തെ ഭക്ഷണ രീതിയും ഇതെല്ലാം ഇവിടുന്ന് ഡോക്ടർമാർ പറഞ്ഞു തന്ന്. അപ്പോൾ ഇപ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ പോകുന്നുണ്ട്. ഇപ്പം മാസത്തിൽ 3 മാസം കൂടുമ്പോൾ ഒരു ദിവസം വന്നിട്ട് ഞാൻ കിലേഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവർ പറയുന്ന പോലെ തന്നെ ഭക്ഷണം എല്ലാം കൺട്രോൾ ചെയ്ത് ആ രീതിയിൽ പോകുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല. ഇപ്പം ഞാൻ ഇങ്ങനെ പോകുന്നു. എനിക്ക് ആകെപ്പാടെ ഞാനൊരു വെപ്രാളത്തിലായിരുന്നു, എന്താ ചെയ്യുക അങ്ങനെ. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഡോക്ടറോട് പറയുകയും ചെയ്ത്, ഡോക്ടർ കണ്ടില്ലെങ്കിൽ ഞാൻ ഇന്ന് പിന്നെ എന്തോ ഒരു ഭാഗ്യത്തിനാണ് കണ്ടത്. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ 2017 2 വർഷം കൂടുമ്പോഴാണ് എനിക്ക് വന്നത്. 2017 വന്ന് 2020 വന്ന്. അപ്പം ഞാൻ ഉറപ്പിച്ചിക്ക്. അപ്പോൾ ഈ ചികിത്സ കൊണ്ട് ഞാൻ ഡോക്ടറെ കണ്ടുപിടിക്കൽ, ഈ സ്ഥലം കണ്ടുപിടിച്ചിരിക്കൽ ഞാനിന്ന് ഈ സംസാരിക്കലുണ്ടാവില്ല. ഇത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഇന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. എല്ലാവർക്കും അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അതേപോലെ തന്നെ ഇത് ഇവിടെ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും, എന്നെ പോലെ ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ. അപ്പോൾ അവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ചികിത്സ ഇങ്ങനെ ബൈപ്പാസ് ചെയ്യണം എന്ന് പറഞ്ഞാലുണ്ട്, സ്റ്റെൻഡ് എന്ന് പറഞ്ഞാലുണ്ട്. ഒരുപാട് ആൾക്കാർ എൻ്റെ മുമ്പിൽ ഇങ്ങനെ ചെയ്തു പോയി. അവർക്കൊരു അറിവും കൂടിയാണ് ഇത് ഈ സ്ഥലത്ത് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും അവർക്ക് അതിൻ്റെ ഗുണം കിട്ടുമെന്നുള്ള ഞാൻ വിചാരിക്കുന്നു.